ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമായിരിക്കുമല്ലേ? അൽഹംദുലില്ലാ, എനക്കും മക്കൾക്കൂടെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പ്രത്യേകിച്ച് പറയാനെന്തായാലും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മക്കളെ കേട്ടോ. നിങ്ങൾ ലൈക്ക് അടിക്കുമ്പോൾ മാത്രമാണ് എൻ്റെ വീഡിയോ ഇന്നൊരാളിലേക്ക് ഷെയറായി, നമ്മൾ ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും ഇന്നൊരാളിലേക്ക് ഷെയറായി പോവുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങളോട് പറയാൻ, നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കും. അപ്പോൾ ഇന്ന് രാവിലത്തെ നാശ്ത എന്താ പറഞ്ഞത്, ഓടുദോശയും ഗ്രീൻ പീസ് നല്ല വറുത്തരച്ച കറിയാണ് കേട്ടോ. ഗ്രീൻ പീസ് നല്ല വറുത്തരച്ചിട്ട് നല്ല ഉള്ളിയും കടുകൊക്കെ ഇട്ട് കാച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി വേക്കിരിക്കണം അല്ലേ. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാൽ നമ്മളിങ്ങനെ വാക്കുകൊണ്ട് പറയാന്നുള്ളത് ചിക്കനൊക്കെ തന്നെയാണ് നമ്മളെ മുമ്പിൽ, അത് വേറെ കാര്യം. എന്നാലും ചിക്കൻ ഇല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ പീസൊക്കെ ഇങ്ങനെ വറുത്തരച്ച് വെച്ച് അതിൻ്റെ ഒപ്പം ഇങ്ങനെ ഒപ്പിച്ചിങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ ഓടുദോശ ചുട്ടും കൊണ്ടുണ്ട് ഇപ്പുറത്തെ ഗ്യാസുമ്മൽ. അപ്പോൾ പാത്രം കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരി അരച്ചതും തേങ്ങ ചിരണ്ടിയതും തേങ്ങ അരച്ചതും രാവിലെ സമയമൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെതായ പാത്രം കഴുകാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താക്കി റൈക്കിലേസ കടുകൊക്കെ ഇട്ട് കുറച്ച് ഉള്ളിയൊക്കെ കുറച്ച് തൂമ്പിച്ചിട്ട് ഇനിയിപ്പോൾ കരിവേപ്പില പറിക്കാനൊന്നും വലിയമാൻ്റെ അടുക്ക് പോകാനൊന്നും വയ്യ മക്കളെ. അപ്പോൾ എല്ലാതും കൊണ്ട് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, അഡ്ജസ്റ്റ് ആക്കിയിട്ട് അങ്ങോട്ട് പോവാം. ഞാനും മക്കളല്ലേ, അപ്പം നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് തട്ടിക്കൂട്ടിയിട്ടൊക്കെ പോകാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നാഷ്ടൊക്കെ ഇങ്ങനെ ആക്കി കുട്ടികൾക്കും നാഷ്ടൊക്കെ കൊടുത്ത്, നാഷ്ട ഇന്ന് ഞായറാഴ്ച ദിവസമാണല്ലോ, കുട്ടികൾക്ക് സ്കൂൾ അല്ലെങ്കിൽ ഇവിടെ ദസറൻ്റെ ലീവാണ്. ബുധനാഴ്ച ചൊവ്വാഴ്ചയാണ് സ്കൂൾ തുറക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പം അന്ന് എണീക്കാനൊക്കെ എല്ലാവരും, ഇപ്പോൾ ഞാനായാലും മക്കളായാലും ഒക്കെ എണീക്കാനൊക്കെ രാവിലെ എണീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിടക്കുകയാണല്ലോ. അപ്പോൾ എന്താക്കി ആ കറിയൊക്കെ അവിടെ ആയപ്പോഴാണ് പച്ചക്കറി വണ്ടി വന്ന് കേട്ടെന്ന് ഞായറാഴ്ചയല്ലേ. അപ്പോൾ നമ്മൾ 100 റുപ്യക്ക് 4 കിലോ കിട്ടുന്ന ഉള്ളിയും 100 റുപ്യക്ക് 4 കിലോ കിട്ടുന്ന തക്കാളിയൊക്കെ വാങ്ങാൻ പോയിട്ടോ. ഞാൻ സത്യം പറയാൻ ഫോൺ എടുത്തുകയാണെങ്കിൽ ഞാനത് വീഡിയോ എടുക്കുവേനു, ഫോൺ എടുക്കാൻ മറന്നുപോയി. മേലൊന്ന് വാപ്പ വിളിച്ച് തക്കാളി വണ്ടി വന്നിനേ, ഉള്ളി വണ്ടി വന്നിനേ എന്നും പറഞ്ഞപ്പോൾ ഞാൻ അപ്പാടും ഓടിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അളാമുണ്ട്. അപ്പോൾ അളാമാനോട് വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്ര അളാമാനോട് പറയണം, കുഞ്ഞ് തക്കാളി ഉള്ളിയാണ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ സാമ്പാറൊക്കെ മീൻ കറിക്കൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഉള്ളി കറക്റ്റാണ്. പക്ഷെ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തോനെ തൊലിക്കണമെന്നേ ഉള്ളൂ. നമ്മളല്ലെങ്കിൽ വലിയ ഉള്ളിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കഷ്ണം നമ്മൾ ഫ്രിഡ്ജിൽ അവിടെ വെക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഉള്ളിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, മുറിച്ചിട്ട് നമ്മൾ ബാക്കി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു തൂമിക്കാനായാലും പേരിക്കായാലും പച്ചക്കറിക്കായാലും എന്തിനായാലും, ഇറച്ചിക്കറിക്ക് മാത്രം 3-4 മുറിക്കണം എന്നുള്ളൂ. തക്കാളിൻ്റെ ഇങ്ങനെ അഭിപ്രായമൊക്കെ പറയുകയാണ് കേട്ടോ. തക്കാളിയും ചെറിയ തക്കാളിയാണ്, വലിങ്ങനെ പോത്തിട്ടില്ല, നല്ല തക്കാളിയാണ് എന്നൊക്കെ ഇങ്ങനെ 100 അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇത് ഓരോരോ പാത്രത്തിലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് തന്നെയാണ് പറയാനുള്ളത്. എന്ത് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നാണ് കേട്ടോ. പിന്നെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ വാപ്പാർ ഒരു വേഗമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോയി പച്ചക്കറിയും പിന്നെ ഇഞ്ചിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇങ്ങനെ കൊണ്ടുവരികയല്ലേ ചെയ്യുക. ഇപ്പം അതൊന്നല്ല, ഇപ്പം നമ്മളെ വാതിക്കൽ വരികയാണല്ലോ. പക്ഷെ ഞാൻ പച്ചക്കറിയൊന്നും വാങ്ങിയിട്ടില്ല, അതൊക്കെ എന്തായാലും എനിക്ക് 1 കഴിഞ്ഞ് 4 തീയതി 5 തീയതി അല്ലേ ഇന്ന്. എനിക്ക് സാധനത്തിന് ഞാൻ പോയിട്ടില്ല. ഗസ്റ്റും വിരുന്ന് പിന്നെ ഇങ്ങനെ അപ്പുറപ്പുറം അനിയത്തികൾ വരുത്തും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകലും ചെറിയും കളിയും വാക്കലും സിദ്ധാരം പോകാനൊന്നും ഇല്ല, സമയമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഈ പച്ചക്കറിയൊക്കെ വേഗം എടുത്തൊക്കെ വിചാരിച്ചിട്ട് പിന്നെ പറയാമല്ലോ, എനിക്ക് ഇന്നലത്തെ മിഞ്ഞാത്ത വീഡിയോയിലെല്ലാം എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് തറവാട് വീഡിയോ പിന്നെ ഇടണം എന്നിട്ട്. ഇൻഷാ അല്ലാ തറവാടിൻ്റെ വീഡിയോ അതിൻ്റെ ഉള്ളിലെ പഴയ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഉറപ്പായിട്ട് ഇടും. അതിനൊരു സംശയമില്ല. എനിക്ക് ദൂരം എവിടെയും പോകേണ്ട വീഡിയോ എടുക്കാൻ എൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ മതി. അതിന് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കറിയൊക്കെ 2 ഇല്ലി മുരിങ്ങ വേഗം പോയിട്ട് വലിയമാൻ്റെ അവിടെ നിന്ന് തറവാട്ടിൽ നിന്ന് പൊട്ടിച്ചിട്ട് വന്നിട്ട് അത് നല്ലോണം ഉള്ളിയൊക്കെ തൂമിച്ച് താളിക്കുകയാണ് കേട്ടോ. ഇന്ന് ഉച്ചക്കത്തെ കറി അതാണ്. ഞായറാഴ്ച വെച്ചിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ആക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ സ്പെഷ്യലായിട്ട് കുറച്ച് സാധനം ഉണ്ട്, കുറച്ച് ബോട്ടിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഈ മുരിങ്ങ താളിപ്പുണ്ടെങ്കിൽ മതിയല്ലോ. എന്തിനാ ഇപ്പോൾ പള്ള നിറക്കാണ്ട്. ഇപ്പോൾ ഈ ഇതിൻ്റെ ഗ്രീൻ പീസിൻ്റെ കറിയും ഉണ്ട്, മുരിങ്ങ താളിപ്പും ഉണ്ട്, ഇതൊക്കെ പോരെ. ഇപ്പോൾ എന്തിനിപ്പോൾ ഈ പള്ള നിറക്കാൻ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടിട്ടൊന്ന് ചോറ് നിന്ന് അത്രയൊക്കെ തന്നെയാണ് അല്ലേ. പിന്നെ നിങ്ങളെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നില്ല നിങ്ങളൊന്ന് കമൻ്റ് അറിയിക്കണം കേട്ടോ. പ്രത്യേകിച്ച് വിശേഷങ്ങൾ എന്താണില്ലെന്നില്ല നിങ്ങൾ കമൻ്റ് അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.